നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? എപ്പോഴെങ്കിലും ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ കാണുന്ന ഈ ലോകവും ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്. ഇതൊരു സാധാരണ കഥയല്ല. 400 കോടി വർഷം നീണ്ടുനിൽക്കുന്ന ഒരു മഹാകാവ്യമാണ് നമ്മൾ ഇന്ന് ചുരുളഴിക്കാൻ പോകുന്നത്. ഒരൊറ്റ ജീവകോശത്തിൽ നിന്ന് നമ്മളിലേക്കുള്ള ആ അവിശ്വസനീയമായ യാത്രയുടെ കഥ. ശരിക്കും പറഞ്ഞാൽ ഇതിലും വലിയൊരു അത്ഭുതകഥ വേറെയുണ്ടാവില്ല. നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെ ഒരു തരത്തിൽ നോക്കിയാൽ നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒന്നായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ എത്രയോ തവണ അവസാനിച്ചു പോകാമായിരുന്ന ഒരു യാത്ര. ഒരുപാട് ദുരന്തങ്ങളെയും വംശനാശങ്ങളെയും അതിജീവിച്ചാണ് നമ്മൾ ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കഥയുടെ തുടക്കത്തിലേക്ക് തന്നെ പോകാം. കോടിക്കണക്കിന് വർഷം പുറകോട്ട്. ജീവന്റെ ഒരു തരി പോലുമില്ലാത്ത ചുട്ടുപഴുത്ത പാറകൾ നിറഞ്ഞൊരു ലോകം. അവിടെ അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയായിരുന്നു. ഈ ടൈം ലൈൻ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: ഈ കഥയുടെ ഭീമാകാരമായ ദൈർഘ്യം. ചിന്തിച്ചു നോക്കും, ഭൂമി ഉണ്ടായിട്ട് ഏകദേശം 100 കോടി വർഷങ്ങൾ കഴിഞ്ഞാണ് ആദ്യത്തെ ജീവൻ ഉണ്ടാകുന്നത്. എന്നിട്ടോ പിന്നീടുള്ള 300 കോടി വർഷത്തോളം, അതായത് ഈ കഥയുടെ സിംഹഭാഗവും ഭൂമിയിലെ ജീവൻ എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒറ്റക്കോശ ജീവികൾ മാത്രമായിരുന്നു. അങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ രാസവസ്തുക്കൾ നിറഞ്ഞ ആദിമ സമുദ്രത്തിൽ ഒരു ഇടിമിന്നലടിച്ചു. തികച്ചും ആകസ്മികമായ ആ ഊർജ്ജത്തിൽ നിന്നാണ് ആദ്യത്തെ ജീവകോശം രൂപപ്പെടുന്നത്. ഇന്നീ കാണുന്ന സകല ജീവജാലങ്ങളുടെയും ആദ്യത്തെ പൂർവികൻ. ആ കോശം അസാധാരണമായ ഒരു കഴിവ് നേടി. സ്വയം വിഭജിച്ച് അതിന്റെ തനി പകർപ്പുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. തികച്ചും യാദൃശികമായി 2 കോശങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്നു. അവയുടെ ജനിതക വസ്തുക്കൾ പരസ്പരം കൈമാറി. നമ്മളിന്ന് സെക്സ് എന്ന് വിളിക്കുന്ന ആ പ്രക്രിയയുടെ തുടക്കം. ഇത് ജീനുകളിൽ ചെറിയ മാറ്റങ്ങൾക്ക്, അതായത് മ്യൂട്ടേഷനുകൾക്ക് കാരണമായി. ഈ വൈവിധ്യമാണ് പിന്നീട് പരിണാമം എന്ന എഞ്ചിന് ഇന്ധനമായി മാറിയത്. ഓക്കെ, ഇനി നമുക്കൊരു 300 കോടി വർഷം മുന്നോട്ടു പോകാം. ഏകദേശം 55 കോടി വർഷം മുൻപുള്ള കാലത്തേക്ക്. അന്ന് നമ്മുടെ പൂർവികൻ കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന വെറും 3 ഇഞ്ച് നീളമുള്ളൊരു പുഴുപോലെയുള്ള ജീവിയായിരുന്നു. പക്ഷേ ആ ലോകം അതിവേഗം മാറിക്കൊണ്ടിരുന്നു. ചുറ്റും അപകടങ്ങൾ പതിയിരിക്കുന്നൊരിടമായി. ഒന്ന് ആലോചിച്ചു നോക്കൂ, കൂരിരുട്ടുള്ള കടലിന്റെ അടിത്തട്ടിൽ എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുക, ഇണയെ തേടുക, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക? ഇതായിരുന്നു നമ്മുടെ പൂർവികൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. കാരണമെന്താണെന്നോ? അന്ന് ജീവിച്ചിരുന്ന ഒന്നിനും കണ്ണെന്നൊന്നുണ്ടായിരുന്നില്ല. അതിനുള്ള ഉത്തരം ഒരു മ്യൂട്ടേഷനിലൂടെയാണ് വന്നത്. കാഴ്ച. ചർമ്മത്തിലെ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിവുള്ള കുറച്ച് കോശങ്ങൾ. അത് തലമുറകളിലൂടെ പരിണമിച്ച് കണ്ണുകളായി മാറി. അതൊരു വിപ്ലവമായിരുന്നു ശരിക്കും. കാഴ്ച കിട്ടിയ ജീവികൾക്ക് മറ്റുള്ളവയേക്കാൾ ഒരുപടി മുൻതൂക്കം ലഭിച്ചു. അവർക്ക് ഇരയെ കാണാം, ശത്രുവിനെ കാണാം. അതോടെ അവർ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങി. പക്ഷേ കണ്ടാൽ മാത്രം പോരല്ലോ, അല്ലേ? കാണുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണ്ടേ? ആ പുതിയ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനായി നാഡീകോശങ്ങളുടെ ഒരു കൂട്ടം രൂപപ്പെട്ടു. അതാണ് ലോകത്തിലെ ആദ്യത്തെ തലച്ചോറ്. അപ്പോൾ കാഴ്ച തലച്ചോറിനും തലച്ചോറ് കാഴ്ചയ്ക്കും കാരണമായി. കാലം പിന്നെയും മുന്നോട്ടുപോയി. നമ്മുടെ പൂർവികനിപ്പോൾ കവചങ്ങളുള്ള ഒരു മത്സ്യമാണ്. പക്ഷേ സമാധാനപരമായ ആ ജീവിതം അധികനാൾ നീണ്ടുനിന്നില്ല. കടലിൽ പുതിയ ഭീമാകാരനായ ഒരു വേട്ടക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ പൂർവികന്റെ മുന്നിൽ 2 വഴികളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അതിന്റെ വായിൽപ്പെടാതെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ ഒരു ജീവി എന്തിനാണ് തനിക്ക് ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഉപേക്ഷിച്ച് ഒട്ടും പരിചയമില്ലാത്ത അപകടം നിറഞ്ഞ കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്? അത് ഭ്രാന്തല്ലേ? അതിന് 2 പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, കടലിലെ ഭീമൻ വേട്ടക്കാരിൽ നിന്നുള്ള ഒരു തള്ളൽ. 2, കരയിൽ ആരും കൈവയ്ക്കാത്ത ഭക്ഷണവും സാധ്യതകളും നിറഞ്ഞ ഒരു പുതിയ ലോകത്തിന്റെ വലിവ്. അതായത് നിലനിൽപ്പിനായുള്ള ഓട്ടവും പുതിയ അവസരങ്ങൾ തേടിയുള്ള യാത്രയും ഒരുമിച്ച് സംഭവിച്ചു. പ്രകൃതി ഈ പുതിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ നമ്മുടെ പൂർവികനെ സഹായിച്ചു. വായു ശ്വസിക്കാൻ ശ്വാസകോശം, വെയിലിൽ നിന്ന് രക്ഷിക്കാൻ കട്ടിയുള്ള തൊലി, വെള്ളത്തിൽ പോകാതെ തന്നെ മുട്ടയിടാൻ തോടുള്ള മുട്ടകൾ. ഇതിന്റെയൊക്കെയൊരു ബാക്കി പത്രം ഇന്നും നമ്മുടെ ശരീരത്തിലുണ്ട്. എന്താണെന്നറിയുമോ? നമുക്ക് വരുന്ന എക്കിൾ. അത് വെള്ളത്തിൽ നിന്ന് ശ്വാസമെടുത്തിരുന്ന ആ കാലത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അങ്ങനെ കരയിലെ ജീവിതം തഴച്ചു വളർന്നു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തം വരാനിരിക്കുകയായിരുന്നു. ഭൂമിയിലെ ജീവന്റെ ഗതിയെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോന്ന ഒരു കൂട്ട വംശനാശം. ഏകദേശം 25 കോടി വർഷം മുൻപ് ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഭൂമിയിലെ 95% ജീവജാലങ്ങളെയും ഇല്ലാതാക്കി. ഒന്നോർത്തു നോക്കൂ, ഭൂമിയിലെ 100ൽ 95 ജീവികളും ഇല്ലാതായി.
ആ അതിഭീകരമായ ദുരന്തത്തെ അതിജീവിച്ച വിരലിലെണ്ണാവുന്ന ജീവികളിൽ നമ്മുടെ പൂർവികനും ഭാഗ്യത്തിന് ഉൾപ്പെട്ടിരുന്നു. പക്ഷേ അതിജീവിച്ചവർക്ക് മുന്നിൽ മറ്റൊരു ഭീമൻ വെല്ലുവിളിയുണ്ടായിരുന്നു: ഡിനോസറുകൾ. അവയുടെ നിഴലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം നമ്മുടെ പൂർവികർക്ക് മാറേണ്ടി വന്നു. അവർ ചെറുതായി രാത്രിയിൽ മാത്രം പുറത്തിറങ്ങാൻ തുടങ്ങി. കാഴ്ചയും കേൾവിയും ഗന്ധവും പോലുള്ള ഇന്ദ്രിയങ്ങൾ 10 മടങ്ങ് ശക്തിപ്പെട്ടു. അതോടൊപ്പം സങ്കീർണമായി ചിന്തിക്കാൻ സഹായിക്കുന്ന നിയോകോർട്ടെക്സ് എന്ന ഭാഗം തലച്ചോറിൽ വികസിച്ചു. ഇന്ന് നമുക്ക് തണുക്കുമ്പോഴോ പേടിക്കുമ്പോഴോ രോമം എഴുന്നേറ്റ് നിൽക്കില്ലേ? ആ രോമാഞ്ചം പോലും ദിനോസറുകൾ തന്ന സമ്മാനമാണ്. അന്ന് ശരീരത്തിലെ രോമം എഴുന്നേറ്റ് നിർത്തി ശത്രുക്കളെ പേടിപ്പിക്കാനും ചൂട് നിലനിർത്താനുമുള്ള ഒരു വിദ്യയായിരുന്നു അത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ദിനോസറുകൾ വന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയധികം മിടുക്കരായത്. ആ ഭീഷണി നമ്മളെ അതിജീവനത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു. പിന്നെ മറ്റൊരു ഉൽക്കാപതനം ദിനോസറുകളുടെ യുഗം അവസാനിപ്പിച്ചു. ആ ഭീമന്മാർ പോയപ്പോൾ അതുവരെ ഒളിച്ചിരുന്ന നമ്മുടെ സസ്തനികളായ പൂർവികർ പുറത്തുവന്നു. ഭൂമി അവർക്ക് സ്വന്തമായി. കാലക്രമേണ അവർ മരങ്ങളിൽ ജീവിക്കുന്ന പ്രൈമേറ്റുകളായി പരിണമിച്ചു. പക്ഷേ വീണ്ടും കാലാവസ്ഥ വില്ലനായി. കാടുകൾ ചുരുങ്ങി പുൽമേടുകൾ വ്യാപിച്ചപ്പോൾ നമ്മുടെ പൂർവികർക്ക് മരത്തിൽ നിന്നിറങ്ങി നിലത്ത് നടക്കേണ്ടി വന്നു. ആ ഒരു നിമിഷമാണ് എല്ലാം മാറ്റിമറിച്ചത്. 2 കാലിൽ നിവർന്നു നിന്നതോടെ കൈകൾ സ്വതന്ത്രമായി. ആ കൈകളാണ് പിന്നീട് ചരിത്രം മാറ്റിയെഴുതാൻ പോകുന്ന ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത്. എന്നാൽ ഈ നേട്ടത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. നിവർന്നു നടക്കാൻ തുടങ്ങിയതോടെ ഇടുപ്പെല്ലിന്റെ വലുപ്പം കുറഞ്ഞു. ഇത് പ്രസവം വളരെ പ്രയാസമുള്ളതും അപകടകരവുമാക്കി. അതുകൊണ്ട് മനുഷ്യക്കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുന്നതിനു മുൻപ് ജനിക്കാൻ തുടങ്ങി. ഈ നിസ്സഹായരായ കുഞ്ഞുങ്ങളെ വർഷങ്ങളോളം പരിചരിക്കേണ്ടി വന്നതാണ് കുടുംബം, സമൂഹം തുടങ്ങിയ ബന്ധങ്ങൾക്ക് അടിസ്ഥാനമിട്ടത്. അങ്ങനെ നമ്മൾ ഈ മഹായാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രൈമേറ്റ് പൂർവികനെ ഹോമോസാപ്പിയൻസ്, അതായത് നമ്മളാക്കി മാറ്റിയ ആ നിർണായകമായ കണ്ടെത്തലുകളുടെ കാലഘട്ടത്തിലേക്ക്. ആദ്യം കല്ല് ആയുധങ്ങളാക്കി. അതോടെ വിധി നമ്മുടെ കൈകളിലായി. പിന്നെ തീനെ നിയന്ത്രിക്കാൻ പഠിച്ചു. അത് നമ്മുടെ ഭക്ഷണരീതിയും ജീവിതവും മാറ്റിമറിച്ചു. ദുർബലമായ താടിയെല്ലുകൾ തലച്ചോറിന് വളരാൻ കൂടുതൽ സ്ഥലം നൽകി. ഒടുവിൽ നാക്കിന്റെ ഘടന മാറിയതോടെ സങ്കീർണമായ ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ഈ കഴിവുകളാണ് നമ്മളെ നമ്മളാക്കി മാറ്റിയത്. അങ്ങനെ 400 കോടി വർഷം നീണ്ട അവിശ്വസനീയമായ അതിജീവനത്തിന്റെ കഥയ്ക്ക് ശേഷം ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നമ്മളെത്തി. ഹോമോസാപ്പിയൻസ്. നമ്മുടെ ഏറ്റവും വലിയ ആയുധമായ ബുദ്ധികൊണ്ട് നമ്മൾ ഈ ഗ്രഹത്തിന്റെ അധിപന്മാരായി. ഓരോ ഭൂഖണ്ഡത്തിലേക്കും പടർന്നു പന്തലിച്ചു. അപ്പോ ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. 400 കോടി വർഷത്തെ യാദൃച്ഛികതകളും ദുരന്തങ്ങളും അതിജീവിച്ച് ഇവിടെ വരെ എത്തിയ നമ്മുടെ ഈ അത്ഭുത കഥയുടെ അടുത്ത അധ്യായം എന്തായിരിക്കും? ഇനി എങ്ങോട്ടാണ് നമ്മുടെ യാത്ര?